അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 7 വ്യാഴാഴ്ച. തോൽവിയെക്കുറിച്ച് സഖാക്കൾക്ക് നിർഭയമായി അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി ഘടകങ്ങളെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുത്ത് തുടർ നടപടിയെടുക്കും. പാർട്ടി അണികളിലെ വോട്ട് ചോർച്ച തിരിച്ചറിയാനായില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച, കണ്ണൂർ പാർട്ടിയിലെ പ്രശ്നങ്ങൾ, സംഘടനാ വീഴ്ച എന്നിവയാണ് പരാജയ കാരണമെന്ന് വിലയിരുത്തൽ. സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനങ്ങൾ അറിയിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇറങ്ങിപ്പോയി. രാവിലെ 10 ആരംഭിച്ച് 13 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തൺ ചർച്ച രാത്രി 11 അവസാനിച്ചത്. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള ചർച്ചകൾക്കായി ഹൈക്കമാൻഡ് നിയോഗിച്ച AICC നിരീക്ഷകർ തലസ്ഥാനത്തെത്തി. തിരുവനന്തപുരത്ത് ഇന്നു രാവിലെ 10:30 കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം. AICC ജനറൽ സെക്രട്ടറിമാരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും പങ്കെടുക്കും. നിയമസഭാ കക്ഷിയിൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുമെന്ന് അജയ് മാക്കൻ. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേമാതരത്തിന് നൽകാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഈ തീരുമാനം. പശ്ചിമബംഗാളിൽ BJPയുടെ മുഖ്യമന്ത്രിയാകാനിരിക്കുന്ന സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥ് മധ്യഗ്രാമിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ സുവേന്ദുവിന്റെ PA ചന്ദ്രനാഥ് കാറിൽ ഡ്രൈവർക്ക് സമീപം മുൻസീറ്റിൽ ഇരുന്ന് സഞ്ചരിക്കുകയായിരുന്നു. ഇരുചക്രവാഹനങ്ങളിലെത്തിയ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് പിണറായി വിജയൻ വേണ്ടെന്ന് CPI നേതൃയോഗത്തിലാണ് നേതാക്കൾ അഭിപ്രായം അറിയിച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പുതിയ ആൾ വരണമെന്നും പിണറായി ശൈലി തോൽവിക്ക് ആക്കം കൂട്ടിയെന്നുമാണ് CPI ഉയർത്തുന്ന വിമർശനം. ഫസൽ വധക്കേസിലെ വിചാരണയ്ക്ക് ഹാജരാകുന്നതിൽ നിന്ന് തലശ്ശേരിയിലെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട കാരായി രാജന് CBI കോടതി അവധി നൽകി. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് 8ാം പ്രതിയായ കാരായി രാജൻ അപേക്ഷ നൽകിയിരുന്നു. ശിക്ഷിക്കപ്പെട്ടാൽ അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികൾ കാരായി രാജൻ നേരിടേണ്ടിവരും. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ കയറരുതെന്നും ഓടുന്ന വണ്ടിയിൽ സമാധാനമായി ഇരിക്കുകയാണ് വേണ്ടതെന്നും കോൺഗ്രസ് നേതാവ് VD സതീശൻ. വണ്ടി നിർത്തുമ്പോൾ ഇറങ്ങുക. മുഖ്യമന്ത്രി ചർച്ചയോടുള്ള ചോദ്യത്തിനാണ് VD സതീശന്റെ പ്രതികരണം. ഷിബു ബേബി ജോൺ RSPയുടെ മന്ത്രിയാവും. പാർലമെന്ററി പാർട്ടി നേതാവായി ഷിബു ബേബി ജോണിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുത്തു. CPMകാർ BJPക്ക് വോട്ട് ചെയ്തെന്ന് കോഴിക്കോട് നോർത്ത് മണ്ഡലം CPM സ്ഥാനാർത്ഥിയായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ. ഈ പോക്കാണെങ്കിൽ സംസ്ഥാനത്ത് BJP കൂടുതൽ മുന്നേറ്റം നടത്തും. കഴിഞ്ഞ തവണത്തേക്കാൾ 9,000-ഓളം വോട്ടുകൾ BJP അധികമായി നേടിയെന്നും അദ്ദേഹം പറഞ്ഞു. UDFിൽ മത്സരിച്ചു ജയിച്ച TK ഗോവിന്ദനെ വർഗവഞ്ചകൻ എന്ന് വിളിക്കില്ലെന്നും താൻ ആർക്കും അടിമയല്ലെന്നും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി. കോടിയേരിയോട് ഇഷ്ടമുള്ളവർ വീട്ടിൽ വരുമ്പോൾ സ്വീകരിക്കുമെന്നും അതിൽ ഒരു പേടിയുമില്ലെന്നും വിനോദിനി പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയായി ജയിച്ച G സുധാകരൻ കുടുംബസമേതം സഹോദരൻ ഭുവനേശ്വരന്റെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി.
ചാരമ്മൂട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് രക്തസാക്ഷി മണ്ഡപം. രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്നെ വെറുക്കരുതെന്നും ചീത്ത പറയരുതെന്നും തൃശൂരിൽ തോറ്റ BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. താൻ ഒരു സാധാരണ മനസ്സുള്ള, എല്ലാവരോടും സ്നേഹവും ദയവുമുള്ള സ്ത്രീയാണ്. തന്നെ സ്നേഹിക്കുന്ന കുറെ പേർ ഇപ്പോഴും തൃശൂരിലുണ്ട്. അതുകൊണ്ട് താൻ തൃശൂരിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പത്മജ പറഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷൻ കേസെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ കളക്ടർക്കും SP-ക്കും കമ്മീഷൻ നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുന്നണികൾ പിന്തുടരുന്ന സാമുദായിക ഒത്തുതീർപ്പുകളെ വോട്ടർമാർ തള്ളിയെന്ന് റിപ്പോർട്ടുകൾ. 6000 ക്രിസ്ത്യൻ വോട്ട് മാത്രമുള്ള തവനൂരിൽ കോൺഗ്രസിന്റെ VS ജോയിയും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ കൊച്ചിയിൽ കോൺഗ്രസിന്റെ തന്നെ മുഹമ്മദ് ഷിയാസും ജയിച്ചു. സാമുദായിക സംഘടനാ നേതാക്കളായ വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ, കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ, ഉമ്മർ ഫൈസിർ, മെത്രാൻമാർ തുടങ്ങിയവരെ കൂട്ടുപിടിച്ചതുകൊണ്ട് വോട്ടാവില്ലെന്നും ജനം വിധിച്ചുവെന്നും റിപ്പോർട്ടുകൾ. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗവും പാലക്കാട് നഗരസഭാ കൌൺസിലറുമായ അബ്ദുൽ ഷുക്കൂർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായി ഏരിയ കമ്മിറ്റി യോഗത്തിൽ തർക്കമുണ്ടായതിന് പിറകെയാണ് രാജി. കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിലിൽ VIP പദവി ലഭിച്ചിരുന്നുവെന്നും ജയിൽ DIGയും മുൻമന്ത്രി KB ഗണേഷ് കുമാറുമായുള്ള വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തിയ യുവതി കൊല്ലപ്പെട്ടു. ബംഗളൂരുവിൽ മർദ്ദനത്തിനിരയായി തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വാടാനപ്പള്ളി സ്വദേശിനി സുനിത എന്ന 47-കാരിയാണ് മരിച്ചത്. മർദ്ദിച്ച മലയാളി ദീപക് കൃഷ്ണയെ പോലീസ് തെരയുന്നു. റാന്നിയിലെ കീക്കൊഴൂർ രഞ്ജിത കൊലക്കേസിൽ പ്രതി അതുൽ സത്യന് ജീവപര്യന്തം കഠിന തടവ്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. രഞ്ജിതയ്ക്കൊപ്പം താമസിച്ചിരുന്ന അതുൽ സത്യൻ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 2023 ജൂൺ 24-നായിരുന്നു കൊലപാതകം നടന്നത്. രഞ്ജിതയുടെ അച്ഛനെയും അമ്മയെയും പ്രതി വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, the ultimate dandruff solution. തമിഴ്നാട്ടിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ വിജയ് കേവല ഭൂരിപക്ഷമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കിയുള്ള കത്ത് ഹാജരാക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കോൺഗ്രസ് പിന്തുണയോടെ 113 MLA-മാർ ഒപ്പിട്ട കത്താണ് വിജയ് നൽകിയത്. ഇനി 5 പേരുടെ പിന്തുണ കൂടി വേണമെന്നാണ് ഗവർണർ അറിയിച്ചത്. TVK കോൺഗ്രസ് സഖ്യത്തിനെതിരെ DMK-യും AIADMK-യും സഖ്യമുണ്ടാക്കുന്നു. ഇതിനായി പ്രാഥമിക ചർച്ചകൾ നടന്നു. ഇതിനിടെ AIADMK MLA-മാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റി. MLA-മാർ ആരുമായും ബന്ധപ്പെടാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് റിസോർട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMK സഖ്യം വിട്ട് TVK-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിറകെ മുന്നണി വിട്ട് ആർക്കും പോകാമെന്ന് DMK നേതാവ് MK സ്റ്റാലിൻ. TVK-യെ പിന്തുണയ്ക്കണമെന്നാണ് CPI-യുടെ പൊതുവികാരം. കുറച്ചുകൂടി ആലോചിക്കണമെന്നാണ് CPM നിലപാട്. ഭാവി തെരഞ്ഞെടുപ്പുകളിലും TVK-യുമായി സഖ്യം നിലനിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതിനിടെ വിജയുടെ TVK-യെ പിന്തുണയ്ക്കില്ലെന്ന് AIADMK. ഒരു സാഹചര്യത്തിലും TVK-ക്ക് പിന്തുണ നൽകില്ലെന്ന് AIADMK ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി KP മുനിസ്വാമി അറിയിച്ചു. TVK നടനും നേതാവുമായ വിജയ്ക്ക് നൽകിയ പോലീസിന്റെ പ്രത്യേക വാഹനവ്യൂഹം പിൻവലിച്ചു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോൺവോയ് മതിയെന്ന് വിജയ് പറഞ്ഞെന്ന് പോലീസ് അറിയിച്ചു. പഞ്ചാബിലെ ഇരട്ട സ്ഫോടനത്തിൽ NIA അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഫോടന സ്ഥലം സന്ദർശിച്ചു.
സ്ഫോടനം നടന്ന അമൃത്സറിൽ ഫോറൻസിക് തെളിവുകളടക്കം NIA സംഘം ശേഖരിച്ചു. ജലന്ധറിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ ഡെലിവറി ജീവനക്കാരനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയ്ക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ BJP സഖ്യം വൻ വിജയം നേടിയിരുന്നു. വീണ്ടും യുദ്ധഭീഷണിയുമായി ട്രംപ്. ഇറാൻ അണ്വായുധ നിരോധന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ബോംബുകളുടെ അടുത്ത തരംഗം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. യുദ്ധം അവസാനിച്ചെന്ന് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞതിന് പിറകെയാണ് ട്രംപ് പരസ്പര വിരുദ്ധമായ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ സാധാരണ കരാറിലേക്ക് നീങ്ങിയതായിരുന്നു. ഒറ്റപ്പേജുള്ള ധാരണാപത്രത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സന്ധിയായത്. ഉപരോധങ്ങളും ഹോർമൂസ് അടച്ചതും പിൻവലിക്കുമെന്നും അണ്വായുധ പദ്ധതി ഇറാൻ പരിമിതപ്പെടുത്തുമെന്നുമായിരുന്നു ധാരണ. ഇറാൻ തീരത്തേക്ക് പോയ കപ്പൽ അമേരിക്കൻ സേന ആക്രമിച്ചു. ഇറാൻ പതാക വഹിക്കുന്ന MT ഹസ്ന എന്ന കപ്പലിനു നേരെയാണ് ആക്രമണമുണ്ടായത്. കപ്പൽ നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചതിനാലാണ് ആക്രമണമെന്ന് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ നിലപാട്. CNN വാർത്താ മാധ്യമ സ്ഥാപകൻ ടെഡ് ടേർണർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. ലോകത്താദ്യമായി 24 മണിക്കൂർ വാർത്താ സംപ്രേഷണം എന്ന ആശയം നടപ്പിലാക്കിയത് ഇദ്ദേഹമാണ്. IPLൽ പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 33 റൺസിന്റെ വിജയം. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ 236 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ആതിഥേയരെ 63 റൺസ് അടിച്ച ഹെൻറിച്ച് ക്ലാസനും 55 റൺസ് അടിച്ച ഇഷാൻ കിഷനും ചേർന്ന് കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചു. മറുപടി ബാറ്റിംഗിൽ കൂപ്പർ കണോലി 59 പന്തിൽ 107 റൺസ് നേടിയെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല. ഈ ജയത്തോടെ 11 മത്സരങ്ങളിൽ 14 പോയിന്റുമായി ഹൈദരാബാദ് ഒന്നാമതെത്തി. പഞ്ചാബിന് 10 മത്സരങ്ങളിൽ 13 പോയിന്റാണ് ഉള്ളത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.